ആലയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മ മാതാവിന്റെ സവിശേഷമായ സംരക്ഷണയാൽ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി, ഈശോ ആശീർവദിച്ച് എല്ലാ നിയോഗങ്ങളും സാധിക്കുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, രോഗങ്ങളെ സൗഖ്യപ്പെടുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, മഹത്വ കർത്താവേ, അവിടുത്തെ നാമം മഹത്വമുള്ള കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം ആരംഭിച്ച നാൾ മുതൽ പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജോസഫ് അച്ഛൻ ഈ ഒരു കൊച്ചുകൂട്ടായ്മയെ രൂപപ്പെടുത്തിയ നാൾ മുതൽ ഇല്ലായ്മകളിൽ, പ്രതിസന്ധികളിൽ, എതിർപ്പുകളിൽ, ഒറ്റപ്പെട്ട നാളുകളിൽ ഈ ശുശ്രൂഷയോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച, പ്രാർത്ഥനകൾ കൊണ്ട് കരുത്ത് പകർന്ന, ജപമാലകൾ ചൊല്ലി അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ ഈ ശുശ്രൂഷകളെ ബലപ്പെടുത്തിയ എല്ലാ പ്രേക്ഷിതരെയും, എല്ലാ ശുശ്രൂഷകരെയും, ലോകത്തിൻ്റെ എല്ലായിടത്തും ഇത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ത്യാഗത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ അമ്മ മാതാവിൽ ആശ്രയിച്ച് സമർപ്പിച്ച പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിസന്ധികൾ തളരാതിരിക്കുവാൻ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കൃപാസന മാതാവിന്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഉടമ്പടിയിലായിരുന്ന എല്ലാ മക്കളും, ഉടമ്പടി ഒരു കാലം എടുത്ത പിന്നോട്ട് മാറിയ മക്കള് ഇന്നും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് കണ്ണീരോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസം നമ്മുടെ ഓരോ നിയോഗവും ദൈവകരങ്ങളിൽ സ്വീകരിക്കപ്പെടുവാൻ, അനുഗ്രഹമാകുവാൻ, സമയ ചുരുക്കത്തിന്റെ അമ്മ, അസാധ്യതകളെ സാധ്യതയാക്കി തരുന്ന അമ്മ, സാന്നിധ്യം കൂടെ അനുഗ്രഹിക്കുന്ന അമ്മ, അമ്മയുടെ സംരക്ഷണയാൽ നിയോഗങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, എല്ലാ നിയോഗങ്ങളെ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, കാണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിന്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളടിച്ച് ദൈവനാമത്തെ സ്തുതിച്ച് അമ്മ മാതാവിന്റെ സംരക്ഷണയിൽ നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, സ്തുതി, ആരാധന, ആരാധന, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാം സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാം സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാനി ഉദരബലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാനി ഉദരബലം തന്നെ. ഓ ജീവന്റെ മന്നാനി ഉദരബലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ. വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സ്വർഗീയ മുഹൂർത്തത്തിലേക്ക് അനുസ്മരണയിലേക്ക് നീങ്ങുക. എൻ്റെ ജീവിതകാലത്ത് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അമ്മ, രോഗവിശ്വാസികളിൽ നാനാജാതി മതസ്ഥരിലെ സ്വർഗത്തിൻ്റെ ദൗത്യം മനുഷ്യരെ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഒപ്പം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ. വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വലിയ അനുഗ്രഹ നിമിഷങ്ങളിലെ
കൃപാസനത്തിലെ 2001 ജൂൺ മാസം 6-ാം തീയതിയാണ് കൃപാസനം കലവൂർ മിഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കർത്താവിലേക്ക് നിത്യസമ്മാനത്തിന് പോയവരുമായിട്ടുള്ള എല്ലാവരെയും അവരുടെ നിയോഗമണ്ഡലങ്ങളിലെ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവം അവർക്ക് ഇഹത്തിലും പരത്തിലും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായി നിലനിൽക്കാൻ വേണ്ടിയും തിരിച്ചറിയാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. ഒത്തിരി പേര് ദൈവതിരുസന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് അവർ ഈ സമയത്ത് മാതാവിൻ്റെ പ്രത്യേക കൃപയ്ക്കായി സമർപ്പിക്കേണ്ടതുണ്ട്. കൃപാസനം തുടങ്ങിയ കാലത്ത് ഹോട്ടലിൽ വരെ നമുക്ക് സ്ഥലമില്ലായിരുന്നുകൊണ്ട് യോഗം നടത്തേണ്ടി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിന് 800 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഇന്നും തുടരുന്ന വ്യക്തികളുണ്ട്. അതായത് 89 മുതൽ ഈ നിമിഷം 2024 വരെ ശുശ്രൂഷയിൽ ഇന്നും തുടരുന്ന വ്യക്തികളുണ്ട്. ഞാൻ പേരെന്ന് പറയണത് ദൈവത്തിൻ്റെ പേരറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ വ്യക്തികളെല്ലാം ഇപ്പോഴേ ഇവിടെ പുനഃസമർപ്പണം ചെയ്യുന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവെങ്കിലും ചൊല്ലി കൃപാസനത്തെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് ഈ ദൈവികമായ പദ്ധതിയോട് മറ്റുള്ളവരുടെ കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ വലതുകരത്തിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അഭിമന്യ പിതാവ് പീറ്റർ പിതാവ് സഭയുടെ ഔദ്യോഗികമായി സഭയുടെ അംഗീകാരമായ ഡിഗ്രി ഇറക്കിക്കൊണ്ട് കൃപാസനത്തെ സഭാ ശുശ്രൂഷയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷേ ശിവ പിതാവിൻ്റെ കാലത്ത് അദ്ദേഹം ഈ സ്ഥാപനങ്ങളുടെ ഓരോ ഘട്ടവും വെഞ്ചരിച്ചത് പരിശുദ്ധ അമ്മയെ അൾത്താറെ പ്രതിഷ്ഠിച്ചതും വെഞ്ചരിച്ചതും ശിവപിതാവാണ്. അന്ന് സമയഘടികാരം നെരിച്ചു നടത്തിയ സാക്ഷാ കൃപാസന മാതാവായിരുന്നു. അപ്പോഴത് സഭയുടെ അംഗീകാരത്തിൻ്റെ സമയമുള്ളത് കൊണ്ട് ആ സമയഘടികാരത്തിന് പകരമാണ് നമ്മുടെ അമ്മയുടെ അമലോത്ഭവ വിമല ഹൃദയം ഇപ്പോഴ് അമ്മയുടെ രൂപത്തിൽ കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ വണങ്ങണത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അതേ രൂപം തന്നെ അൾത്താറയിലെ, അതാണ് പ്രത്യക്ഷീകരണ രൂപം എന്ന് പറയുന്നത്. അത് തന്നെ അൾത്താറയിൽ സമർപ്പിക്കണം. അതിൻ്റെ പഠനങ്ങൾ നടത്തേണ്ടത് സഭയാണ്. അതിൻ്റെ പഠനങ്ങളെക്കുറിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ അഭിമന്യ പിതാവ് ജെയിംസ് ആനവർ പിതാവ് എന്നോട് പറയുമായിരുന്നു, അച്ഛാ, കൃപാസനത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, അച്ഛനെയാണെന്നുള്ളത് സെക്കൻഡറി തിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മൈ ലോർഡ്, അത് ശരിയാണത്. കൃപാസനത്തിൽ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സമയത്താണ് 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് അമ്മ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ജനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രമാണ് അമ്മയെ കണ്ടത്. പക്ഷെ കണ്ടെങ്കിലും അമ്മ പറഞ്ഞ അത്രയും കാര്യങ്ങൾ, ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആ സെക്കൻഡ് തന്നെ ഞാൻ ജനങ്ങൾക്ക് കൈമാറി.
പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആവശ്യത്തിന് നമ്മൾ അന്ന് ചെയ്തത് എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ഒരു പച്ചത്തിരി വാങ്ങിച്ചുകൊണ്ട് 110 പച്ചത്തിരികൾ വാങ്ങിച്ച് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു. അത് ജപമാല പ്രാർത്ഥനയാണ് ഏൽപ്പിച്ചത്. അതാണ് പിന്നീട് അമ്മ തിരുത്തി 2016 15 പ്രത്യക്ഷീണ പ്രാർത്ഥനയാക്കി മാറ്റിയത്. ആ പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ഇപ്പോഴും നമ്മൾ അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് ഇപ്പോഴ് സഭ അത് ഏറ്റെടുത്ത് പഠിക്കുവാനും അൾത്താറയിലെ കൃപാസനം മാതാവിൻ്റെ സാക്ഷാരൂപം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജനകോടികൾ അനുഗ്രഹിക്കപ്പെടാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ വെക്കുന്നത്. ഓൺലൈനിൽ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഇന്നത്തെ നിയോഗങ്ങൾ നിങ്ങൾ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവ മാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, സർവ്വങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും നിങ്ങളുടെ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ 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 വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. കൃപാസനത്തിൻ്റെ എല്ലാ ദൈവിക വെളിപാടുകളും ഇടപെടലുകളും എല്ലാം അതിനെല്ലാം ഒരു 1, 2 ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വെളിപാടുകൾക്കെല്ലാം ഒരു ശ്രേണിബന്ധമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഉടമ്പടി ശരിക്കും പിന്നെ തുടങ്ങിയത് 2016 2016 അമ്മ 90 കൊന്ത ചൊല്ലി കഴിയുമ്പോഴാണ് വിജയകുമാർ എന്നോട് എഗ്രിമെൻ്റ് എന്ന് പറയണത്. അമ്മ എഗ്രിമെൻ്റ് എന്ന് പറയണം. പക്ഷേ ഞാൻ പെട്ടെന്ന് അത് തിരുത്തി, അത് എഗ്രിമെൻ്റ് അല്ല ഉടമ്പടിയാണെന്ന് ഉടനെ പറയാൻ കാരണം ഉടമ്പടിയെക്കുറിച്ച് ദൈവം നേരത്തെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ മാസം തന്നെ ഡിസംബർ 2004 ഡിസംബർ 7-ാം തീയതി ആ ഡിസംബർ മാസത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് ഈ വാഗ്ദാന പേടകമായ പരിശുദ്ധ കുർബാനയുടെ ഉള്ളിലേക്ക് ജനങ്ങളുടെ കണ്ണുനീരും രോഗവും ഭാരവും അത് ജനങ്ങൾ എഴുതിക്കൊണ്ട് വന്നതിന് ശേഷം 41 ദിവസം ഇങ്ങനെ സക്രാരി വെച്ച് പൂട്ടണം. അത് നമ്മുടെ ആ സങ്കടകാലം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. എന്നിട്ട് ഞാൻ ആ ആൾക്കാരെ പറഞ്ഞു വിട്ടത് നിങ്ങൾ ഉപവസിക്കണമെന്നാണ്. ഈ 41 ദിവസം ഉപവസിക്കണമെന്നാണ്. അതായിരുന്നു ആദ്യത്തെ ഉടമ്പടിയുടെ വെളിപാടെന്ന് പറയണത്. അത് അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ മാസം നടന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ രൂപതയിലെ ഒരു അച്ഛൻ വന്നിട്ട് അവിടെ കുർബാനയെല്ലാം വന്നപ്പോൾ ഞാൻ മനക്കുടം ഫൊറോണ വികാരി ആയിരിക്കുന്ന സമയത്താണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവിടെ ഒരു അച്ഛൻ ഇതിനുള്ളിൽ അതിനുശേഷം വന്ന് അവിടെ ഒരു ലൈറ്റ് മാസ് ചെയ്യാൻ വേണ്ടി ഒരു അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്ന് സക്രാരി തുറന്നപ്പോഴുണ്ട് അതിൻ്റെ അകത്ത് മുഴുവനും ചീട്ടുകളിരിക്കണം. കുർബാനയുടെ കൂടെ ആ ചീട്ടൊക്കെ അച്ഛനെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഓരോ രോഗങ്ങളും ക്യാൻസറും അതുപോലെ തന്നെയുള്ള സങ്കടങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. അച്ഛൻ അതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് എന്നിട്ട് സീനിയർ പീസ്റ്റായിരുന്നു എന്നോട് വന്ന് പറഞ്ഞു സക്രാരിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ ഉടമ്പടി അവിടെ വെച്ച് ക്ലോസായി. അതാണ് അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട കാലവും ആ കാലത്ത് തന്നെ ഉടമ്പടി വെളിപ്പെടുത്തി കിട്ടിയായിരുന്നു. അതിനുശേഷം ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി ചെയ്യണമെന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണ കാലം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ 2004 അന്ന് സോളമൻ അച്ഛനാണ് എൻ്റെ അസിസ്റ്റൻ്റ് അച്ഛൻ, സോളമൻ ചാരങ്കാട്ട് എന്നോട് ഞാൻ ഈ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ ഇടവക ചെന്നപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു മഹാസംഭവം ഇന്ന് കൃപാസനത്തിൽ നടന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സോളമൻ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛാ ഞാൻ പണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഞാൻ വികാരിയും അച്ഛൻ അസിസ്റ്റൻ്റ് വരുന്നു.
അച്ഛനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു എന്നുള്ള എൻ്റെ ധാരണ അച്ഛൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛൻ ഞാൻ പറഞ്ഞത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതും സിൽവർ ഗ്രേ ആയിരുന്നു കളറെന്നും സമയഘടികാരം നിഴൽ ചാർത്തി എന്ന് പറയുമ്പോൾ എനിക്കത് വിസ്മയം പോലെയാണ് തോന്നിയെന്ന്. പക്ഷേ ഇന്ന് സോൾമനച്ചനെ പോലെയുള്ളവർ നോക്കുമ്പോൾ ഈ പ്രത്യക്ഷീകരണം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവാനുഭവത്തിൻ്റെ ഒരു ആദ്യ വാക്കായിട്ട് മാറുന്നു. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണത് കൃപാസനത്തിൽ പോയോ, അമ്മയെ കണ്ടോ എന്നാണ് ചോദിക്കണത്. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണീരിന് ഒരു ആശ്വാസ കേന്ദ്രം ദൈവം തുറന്നിരിക്കുന്നതാണ്. ദൈവം തുറന്ന ആശ്വാസ കേന്ദ്രമാണ്. അത് ചെറിയ ദുരന്തമല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ ദുരന്തം മുതൽ വലിയ ദുരന്തങ്ങൾ വരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അധികാരവും അവകാശവും ദൈവം ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യ സന്ദേശം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അന്റാർട്ടിക്കയിൽ പുല്ല് കിളിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്തരം 3 കിലോമീറ്റർ മഞ്ഞ് ഖനങ്ങൾ ഉരുകിപ്പോയെന്നാണ്. അതിൻ്റെ അർത്ഥം ആ ഉരുകിയ മഞ്ഞ് അന്റാർട്ടിക്കയും പസഫിക് സമുദ്രം കൂടുന്ന സ്ഥലത്ത് തന്നെ വലിയ 5 മീറ്ററൊക്കെ നിൽക്കുന്ന വലിയ തിരമാലകളോടുകൂടി അതിങ്ങനെ വെയിൽ ഏറ്റ സമയത്ത് കരയിലേക്ക് ഇറങ്ങുകയും പല വിഷയങ്ങൾ, അത് ക്ലൈമറ്റിക്കൽ കാലാവസ്ഥ വിവാദമാണ്, കാലാവസ്ഥ ദുരന്തങ്ങളാണ്. അത് തൊട്ട് ചെറിയ ദുരന്തങ്ങൾ വരെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു വരുന്ന കുത്തിവെപ്പിച്ചിരിക്കുന്ന ഇറച്ചിക്കോഴികൾക്ക് ആൻറ്റിബയോട്ടിക്സിനേക്കാൾ അതിജീവിക്കുന്ന അണുക്കൾ അതിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് മെഡിക്കലിൻ്റെ കണ്ടുപിടുത്തമാണ്. അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് ഇനി മരുന്നില്ല. കാര്യം ആൻറ്റിബയോട്ടിക്സിനെ അതിജീവിക്കുന്ന അണുക്കൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തം. അപ്പം ചെറിയ രോഗങ്ങൾ മുതൽ വലിയ ദുരന്തങ്ങൾ വരെ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്നതിനെ മാതാവ് തടയാണ്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ പ്രത്യാശ. കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്വർഗീയമായ ദൗത്യത്തിൻ്റെ മേലെ നിങ്ങളതിൻ്റെ മുന്നണി പോരാളികളും അതിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനക്കാരും ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രയോക്താക്കളാണ്. അതൊരു അഭിഷേകമായി വാങ്ങിക്കാനാണ് ദൈവം ഉടമ്പടിയായി നിങ്ങളെ തന്നോട് ചേർത്തിരിക്കുന്നത്. ആ ഉടമ്പടി ബോധത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവം ഏൽപ്പിച്ച സ്വർഗീയ ദൗത്യം നിവർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ അഭിവന്യ പിതാവാണ് എൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം. പിതാവ് ഒത്തിരിയേറെ കരുണയോടും സ്നേഹത്തോടും കൂടിയാണ് കൃപാസനം ആധ്യാത്മികതയും ഭൗതികതയും വളർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ സംരക്ഷണത്തോടുകൂടി അതുപോലെ തന്നെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചും ഈ വിഷയത്തിൻ്റെ മേലെ ദൈവിക പദ്ധതികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സഭയുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈ ഒരു ദിവസം പ്രത്യേകിച്ച് മാതാവ് അതിനോട് ബന്ധപ്പെട്ട സഭാ ശുശ്രൂഷകരെയും ആലപ്പുഴ രൂപതയും അതേസമയം തന്നെ അത് ആ അമ്മയുടെ പഠനങ്ങളിനി മുന്നോട്ട് പോകുമ്പോൾ അത് വത്തിക്കാൻ വരെ എത്തണ പ്രോസസ്സിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഈ ദൗത്യം ദൈവത്തിൻ്റെ ജനങ്ങളെ ആഗോള സഭയ്ക്ക് കൈമാറുന്നത് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ, ദൈവിക ഇടപെടൽ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈയുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 അങ്ങേയ്ക്കാരാധന, ആരാധന, 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 അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ദിവ്യബലിയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27 സ്വർഗം കരുതി വെച്ച ഭൂമിക്കുള്ള സമ്മാനമാണ് പരിശുദ്ധ അമ്മ എന്നുള്ളത്. സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ
പരിശുദ്ധ അമ്മയെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ കാത്തു പരിപാലിച്ചു പോകുന്നുവെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി വഴിയായിട്ട് നമ്മൾ ഓരോരുത്തരും കൃപാസനത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയുമായിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തുറകളിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ, കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ് എന്ന് ഓരോരുത്തരും അനുഭവം കൊണ്ടാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധമ്മ ഇന്നേ ദിവസം ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ഓർമ്മയുടെ സുദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയോഗങ്ങൾ സഞ്ചാരി മാതാവിൻ്റെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇതേ ദിവസം ഏറെ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട VP അച്ഛനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും കൃപാസനം എന്ന ഈ ഒരു ധ്യാന കേന്ദ്രത്തെയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, പൂർവികർ, ഉപകാരികൾ എന്നിവരെ കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛനോടൊപ്പം ചേർന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും, അച്ഛൻ്റെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 അങ്ങേയ്ക്കാരാധന, ആരാധന, 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 അങ്ങേയ്ക്കാരാധന. സ്നേഹം നിറഞ്ഞവരെ, കൃപാസനത്തിൽ അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർ, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്തർ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോമോൾ, സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർ, ഏറെ പ്രത്യേകമായിട്ട് മീഡിയ, നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന, 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 അങ്ങേയ്ക്കാരാധന. സ്നേഹം നിറഞ്ഞവരെ, ദൈവകരങ്ങളിലേക്ക് ഉടമ്പടിയെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഉടമ്പടിയെടുത്ത സഹോദരി സഹോദരന്മാർ, ഇന്നേ ദിവസം കണ്ണീരോടുകൂടി ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണം നൽകിക്കൊണ്ട് സാക്ഷ്യം പങ്കുവെച്ച് നമ്മളുടെ ഇടയിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പ്രായം കടന്നുപോയ സഹോദരി സഹോദരന്മാർ, സ്നേഹം നിറഞ്ഞവരെ, ഇവരെല്ലാവരെയും ഇവരുടെ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ആലയത്തിലേക്ക് ഓരോ ദിവസവും കണ്ണീരോടുകൂടി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളോട് കൂടി കടന്നു വരുന്ന സഹോദരങ്ങൾ, അവരെല്ലാവരെയും ഈ നിമിഷം ഈ അൾത്താരയിൽ ആരാധന സമയത്ത് പരിശുദ്ധമായ പരമ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, അങ്ങേയ്ക്കാരാധന, ആരാധന, 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 അങ്ങേയ്ക്കാരാധന. സ്നേഹം നിറഞ്ഞവരെ, ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ ഈ പുണ്യമായിട്ടുള്ള സമയത്ത് മൗനമായി നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
ഈ നിമിഷം ഓൺലൈനായിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ ഈ നിമിഷം ദൈവ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥത്തിൻ്റെ കീഴിലായിരുന്നുകൊണ്ട് സമർപ്പണ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നൽകാവുന്ന ഒരേ ഒരു ഉറപ്പിതാണ്: ഉടമ്പടി അനുസരിച്ചുകൊണ്ട് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാമെന്ന വാഗ്ദാനം. ജീവിതത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധ അമ്മയോടൊപ്പം കരം പിടിച്ചുകൊണ്ട് നിത്യതയോളം നടക്കുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കണമെന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ ആരാധന ആരാധന യേശുവേ ആരാധന. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആരാധനാമധ്യയെ സൂചിപ്പിച്ചതുപോലെ 1987 മരിയൻ ഇയറോടുകൂടി ആരംഭിച്ച അച്ഛൻ്റെ ശുശ്രൂഷകളിൽ നാളിതുവരെ പങ്കാളികളായിട്ടുള്ള ഓരോ പ്രേക്ഷിതരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടി എന്ന വലിയ ദൈവിക പദ്ധതി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോട് ചേർന്നുകൊണ്ട് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത ആ വലിയ സന്ദേശം സ്വീകരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വിജയമോ സാറിനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമുക്ക് സ്മരിച്ച് പ്രാർത്ഥിക്കാം. 2015 മരിയൻ ഉടമ്പടി നമുക്ക് ലഭിച്ച നാൾ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഒരുപാട് വിശുദ്ധാത്മാക്കളാണ് കൃപാസനമെന്ന ഈ വലിയ കൃപയുടെ ട്രഷറിലോട്ട് തങ്ങളുടെ തന്നെ ആസ്തിയെ ചേർത്തിട്ടുള്ളത്. ആസ്തിയോട് ചേർത്തുകൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂറിൽ നമ്മുടെ വിവിധങ്ങളായ കണ്ണുനീരും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ ആരാധനാ മണിക്കൂറിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നാളിതുവരെ അലഞ്ഞിട്ടും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂർ. കുരുക്കിൽ കെട്ടുകിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂർ. ആ വലിയ ബോധ്യത്തോടുകൂടി ഒരു നിമിഷം നമ്മുടെ മനസ്സിലുള്ള നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഈ സമയം ഈ ആരാധനാമധ്യയെ സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവേ, നിന്റെ ഇഷ്ടം എന്താണോ അത് ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനമുണ്ടായി എത്രയും വേഗം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരുപാട് മക്കൾ വിവിധങ്ങളായ ജീവിത ദുരിതങ്ങൾ മൂലം ഉടമ്പടി എടുത്തിട്ടും ഒന്ന് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാനോ ഇറങ്ങി പ്രവർത്തിക്കുവാനോ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനൊപ്പം അപ്പോസ്തലന്മാർ സിഹിയോൻ മാളികയിൽ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളിലേക്കും കൃപാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ കൃപയുടെ ശക്തിയാൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ
ആ മക്കളിലേക്കെല്ലാം കൃപയുടെ വലിയ നീരൊഴുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ നമ്മൾ അടുത്തറിയുകയായിരുന്നു. ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാവിന് ഈ ഒരു വലിയ പ്രത്യക്ഷീകരണം കൊണ്ട് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ഏറ്റവും കീറാമുട്ടിയായ ഒരിക്കലും നടക്കില്ലെന്ന് ഉള്ള രോഗപീഠകളാകാം, ജീവിത വിഷയങ്ങളാകാം, ഇതിൻ്റെ മേലെല്ലാം സമയബന്ധിതമായി ദൈവമാതാവിൻ്റെ ഇടപെടലുണ്ടായി തിരുസഭാധികാരികൾ എത്രയും വേഗം ഈ പ്രത്യക്ഷീകരണം പഠിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമ്മുടെ കൃപയുടെ ആസ്തിയോട് ചേർത്ത് നമുക്കൊരു നിമിഷം ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവപിതാവ് തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ഇനിയും ഇനിയും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സമയമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ ആലയത്തിൽ ഇനിയും നടക്കുവാൻ കൃപയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപാസനമെന്ന ഈ ഒരു വലിയ പദ്ധതി, ദൈവിക പദ്ധതി, കാരിസം തുടർന്നു കൊണ്ടുപോകുവാൻ അനേകം സന്യസ്തരെയും വൈദികരെയും ഈ ഒരു ആലയത്തിലേക്ക് ഈശോയെ നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാരിസം തുടർന്നു കൊണ്ടുപോകുവാൻ ദൈവപിതാവേ നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ പദ്ധതി സമയബന്ധിതമായി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെ അച്ഛൻ്റെ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഈശോയെ അത് കാണുവാൻ, അത് വളർന്ന് പന്തലിക്കുന്നത് കാണുവാൻ ഈശോയെ ഞങ്ങൾ അതീവ ആഗ്രഹത്തോടെ ഈ ആരാധനാ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയെ എന്താണ് ഈ ഒരു കൃപാസനം ദൈവിക പദ്ധതി തുടർന്നുകൊണ്ട് പോകുവാൻ, ഇതിൻ്റെ അഭിഷേകം ലോകം മുഴുവനും എത്തിക്കുവാൻ മാതാവ് എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു പദ്ധതി നിറവേറുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആത്മനാഥൻ യേശുവേ, ആരാധന, ആരാധന, സ്നേഹരാജൻ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിന്റെ ആത്മീയ ശുശ്രൂഷ മേഖലകളെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് കൃപാസനത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകൾ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച നാൾ മുതൽ ശബ്ദം ഉയർത്തിയിട്ടുള്ളതാണ്. മരിയൻ സാംസ്കാരിക മിഷന്റെ ഭാഗമായി
കടലോരത്ത് വീണുപോയ പൈതൃക കലകളെ പുനരുദ്ധരിക്കുവാൻ കൃപാസനം സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് എന്ന വലിയ ദൈവിക പദ്ധതി ദൈവപിതാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈശോയെ, ആത്മീയ മേഖലകളോടൊപ്പം തന്നെ ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂറിൽ കൃപാസനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളെയും നാളിതുവരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈ അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും പുത്തൻ ശുശ്രൂഷ മേഖലകൾ ഈ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നടപ്പിൽ വരുവാനും ആ മേഖലകളിലൂടെ എല്ലാം ഈശോയെ ലോകത്തിന് കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ ആയിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് കണ്ണുനീരോടുകൂടി ദേവമാതാവിൻ്റെ നേരിട്ടുള്ള സമയബന്ധിതമായ ഇടപെടലിനു വേണ്ടി, സാന്നിധ്യത്തിനു വേണ്ടി, സാമീപ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ നന്ദി, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. നാളിതുവരെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്തു പോയിട്ടുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും ഒരു നിമിഷം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആദ്യത്തെ സ്പിരിച്വൽ ആനിമേറ്ററായ ജോബിനച്ഛൻ, തുടർന്ന് വന്ന അലക്സാണ്ടർ അച്ഛൻ, പ്രഭു അച്ഛൻ, ഒപ്പം തന്നെ ക്ലിൻഡൻ അച്ഛൻ, അതിനുശേഷം വന്ന ബഹുമാനപ്പെട്ട ജോസഫ് അൽഫോൺസ് അച്ഛൻ, ഇപ്പോൾ കൃപാസനം മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി സജീവ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അലസ് കൊച്ചിക്കാരൻ വീട്ടിലച്ഛൻ. നാളിതുവരെ കൃപാസനത്തിൽ ഒരുപാട് കോൺഗ്രിഗേഷൻ എന്നുള്ള സിസ്റ്റേഴ്സ് ഇവിടെ തങ്ങളുടെ മുഴുവൻ സമയ സേവനം നിർവഹിച്ച് യാത്രയായി പോയിട്ടുണ്ട്. ഒരുപാട് സിസ്റ്റേഴ്സ് ഇപ്പോഴും സജീവ ശുശ്രൂഷയിലുണ്ട്. അവരോരോരുത്തരെയും അവരുടെ നിരവധിയായ സേവനങ്ങൾക്കും ഈ സമയം നന്ദി പറഞ്ഞ് അവരെ ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂറിൽ പരിശുദ്ധ അമ്മയ്ക്ക് പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആലയത്തോട് ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും ദൈവമാതാവേ, അങ്ങ് തന്നെ അവർക്ക് പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിലോട്ട് ആ മക്കളെയും കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഒരുപാട് മക്കള് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ മുണ്ട് മുറുക്കിയെടുത്തും ഉപവസിച്ചും തങ്ങൾക്കുള്ള ചില്ലിത്തുട്ടുകൾ വരെ മുഴുവനായി ഈ ആലയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് കടുത്ത ദൈവസ്നേഹ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അച്ഛനെ നാളിതുവരെ താങ്ങി നിർത്തിയ അത്തരത്തിലുള്ള ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ഇപ്പോഴും സജീവ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഈ അൾത്താരയിൽ നമുക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ ശുശ്രൂഷകരെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ആലയത്തോട് അവർ കാണിച്ച എല്ലാ ശുശ്രൂഷകൾക്കും ദൈവപിതാവേ, നിന്റെ ഭവനത്തിൽ അവർക്ക് നിത്യമായ പ്രതിഫലം കൊടുത്ത് അവർക്ക് അംഗീകാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകൾ നീ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിച്ചു പോയിട്ടുള്ള, യൂട്യൂബിലൂടെ ആണെങ്കിലും വിവിധ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ടി വിയിലൂടെ ആണെങ്കിലും ഒക്കെ ഒരു നോക്കെങ്കിലും അമ്മയെ കണ്ടുകൊണ്ട് എൻ്റെ അമ്മയെ എന്ന് വിളിച്ച്
നെടുവീർപ്പോടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പോയിട്ടുള്ള എല്ലാ വിശ്വാസികളെയും ഒപ്പം തന്നെ വിശ്വാസം ഇല്ലാത്തവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമാതാവേ, ഉടമ്പടി എടുത്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ കൃപാസനത്തിൽ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള കോടിക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ ദൈവമാതാവേ, അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ജീവിത വിഷയങ്ങളുടെ മേൽ എത്രയും വേഗം ഇടപെട്ടുകൊണ്ട് ഈശോയെ അവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഈ അൾത്താരയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവൻ കൃപകളുടെ ആസ്തി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ എളിമയോടുകൂടി ശിരസ് നമിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ